സംഘടന ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരിക്കുന്ന അൻസിബ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. വിശ്വനാഥ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഭയപ്പെടാതിരിക്കും, ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. താരസംഘടനയും ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണല്ലോ. ഇപ്പോൾ വിൻസിയുടെ പരാതിയിൽ നിങ്ങൾ നടപടികൾ തുടങ്ങിയോ അൻസിബ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. അമ്മ എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. അൻസിബ പറഞ്ഞോളൂ. താരസംഘടന എന്ന് പറഞ്ഞോളൂ. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത് എന്ന് പറഞ്ഞ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ. നിങ്ങളൊരു നിലപാടെടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ്. കോടതിയൊന്നുമല്ലല്ലോ. നീയാണല്ലോ കോടതി. ഓടാമയില് കോടതിയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് കോടതിയൊന്നുമല്ല. അൻസിബ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ. അൻസിബ എന്ന വ്യക്തി ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ ഈ സംവിധാനം ഈ സമിതിയുമായി ബന്ധപ്പെട്ടല്ലേ അൻസിബയെ വിളിച്ചത്? അഡ്ഹോ കമ്മിറ്റിയുടെ പ്രതിനിധിയായി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ. അത്തരം വാശികളൊന്നും വേണ്ട. AMMA എന്ന സംഘടന AMMA എന്ന രൂപത്തിൽ തന്നെ പറയാൻ സാധിക്കുള്ളൂ നിലവിലെ രീതി. ഇത്ര പേടിത്തൊണ്ടനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല, ഇവരൊക്കെയാണ് കുട്ടി.